ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വെസ്റ്റേൺ ടൈപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ക്രഷിൻ്റെ വ്രിങ്കിളിൻ്റെ മെറ്റീരിയലാണ്. പിന്നെ ജോർജറ്റ് വ്രിങ്കിളാണ് ഇത് വരുന്നത്. ഒരു ഇച്ചിരി വലിയ ടൈപ്പ് മെറ്റീരിയൽ ജോർജറ്റാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത് ഇവിടെ അടയാളപ്പെടുത്തി കിടക്കാം. നമ്മൾ ടോപ്പിന് ലെങ്ത് എടുക്കുന്നത് 30 ഒരുപാട് ഇറക്കത്തിലല്ല. മുട്ടിന് മുകളിൽ വരാൻ പാകത്തിനാണ് നമ്മളിവിടെ അളവെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിവിടെ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതാ ഇവിടെ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആദ്യം നെക്കാണ് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നെക്ക് നമ്മൾ ഹൈ നെക്കായിട്ടാണ് കൊടുക്കുന്നത്. ബാക്കിലേക്ക് കോളർ കൊടുത്തിട്ടാണ് കൊടുക്കുന്നത്. അതനുസരിച്ച് നമുക്കിവിടെ ഷോൾഡറും അടയാളപ്പെടുത്തി കൊടുക്കാം. ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്തു. നമ്മൾ ഷോൾഡർ ഇവിടെ 6 എടുത്തിരിക്കുന്നത്. ഒരു 10 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം കോളർ വയ്ക്കുന്നതുകൊണ്ട് നമ്മൾ ഷോൾഡർ ഇവിടെ 6 എടുത്തിരിക്കുന്നത്. അതനുസരിച്ച് നമ്മൾ കൈക്കുഴി ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതിലെല്ലാം അടയാളപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇതൊരു തരം വലിയ ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളത് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇതാ ഇവിടെ ബ്രസ്റ്റ് അളവ് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് കൈയൊക്കെ നമ്മൾ കൈക്കുഴി ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു. ഇതുപോലെ വരച്ചൊക്കെ കൊടുത്തു. ഷോൾഡറൊക്കെ വരച്ച് കൊടുത്തു. കറക്റ്റായിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് ഞാനിവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. മെറ്റീരിയലിൻ്റെ അതേ സെയിം കളറായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നമ്മൾ ചോക്കെടുത്തിരിക്കുന്ന അതേ സെയിം കളറാണ്. അപ്പം നമ്മളതെല്ലാം ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ ഇവിടെ ഷേപ്പ് നോക്കുന്നുണ്ട്. ഷേപ്പിൻ്റെ അവിടെ നമ്മൾ 1 ഇഞ്ച് ബ്രസ്റ്റിനെ കാട്ടി 1 ഇഞ്ച് കുറച്ചിട്ട് നമ്മളിവിടെ ഷേപ്പ് എടുക്കുവാണ്. ഷേപ്പ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതെല്ലാം നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം. എന്ന് വെച്ചാൽ ഈ മെറ്റീരിയൽ ഒരു തരം വലിച്ചിലുള്ള ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് താഴേക്ക് നമുക്ക് വരച്ച് കൊടുക്കാം നോർമൽ ടോപ്പ് പോലെ. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫുള്ളായിട്ട് നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം ഇത് മറ്റുള്ളവരിലേക്ക് കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിതിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ബാക്ക് പാർട്ടാണ്. നമ്മളിനി ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട് പാർട്ട് ഇത്രയും എക്സ്ട്രാ നമ്മൾ കൂട്ടിയിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ടിൽ ഞൊറുണ്ട്. ഞൊറിച്ചിലിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ടിൽ ഒരു 5 ഇഞ്ച് വരാൻ ഭാഗത്തിന് മുകളിൽ നമ്മൾ കൂട്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ട് ഒരുപാട് കട്ട് ചെയ്ത് കളയാനില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ സെൻറ്റർ ഭാഗം 5 ഇഞ്ച് കൂട്ടിയിട്ടിട്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് സൈഡൊന്നും ഒട്ടും കളയാനില്ല. കുറച്ചേ ഉള്ളൂ. കൈക്കുഴി മാത്രം വെട്ടാനേ ഉള്ളൂ. ഒന്ന് ഷേപ്പ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ബാലൻസ് ഇതുപോലെ വരും നമുക്ക്. എന്നിട്ട് ഇവിടെ എത്രയുണ്ടെന്ന് നോക്കാം. നമുക്കിവിടെ 5 കിട്ടിയിരിക്കുന്നത്. അതിന് ശേഷം വരുന്ന ഭാഗത്ത് നമുക്ക് നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. കറക്റ്റായിട്ട് നെക്ക് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് താഴേക്ക് 2 നമ്മളിതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ആദ്യം ബാക്ക് നെക്ക് നമുക്ക് കുറച്ചേ കട്ട് ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് കോളർ വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതൊരു 1/2 ഇഞ്ച് താഴേക്ക് ഇറക്കി കട്ട് ചെയ്യുന്നുള്ളൂ. അത് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഫ്രണ്ടിലത്തെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ച് അതും അടയാളപ്പെടുത്തി കൊടുത്തു ഇതുപോലെ. എന്നിട്ട് അതും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ബാക്കിൽ ഇതുപോലെ ഒന്ന് ഓപ്പണിങ് ഇട്ട് കൊടുക്കണം. നമ്മൾ ബാക്കിലേക്കാണ് കോളർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ള ഓപ്പണിങ് കൊടുക്കണം. എന്നിട്ട് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഇതുപോലെ വെച്ച് നമുക്കത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം ഒന്നും നമ്മൾ മടക്കി അടിക്കത്തൊന്നുമില്ല. ഇതെന്ന് വെച്ചാൽ ഇത് ഞൊറിച്ചിലായിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഞൊറിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അവിടെ ഒന്നും നമ്മൾ താഴ്ഭാഗം ഒന്നും അടിക്കുന്നില്ല. അതുപോലെ തന്നെ സ്ലീവിൻ്റെ താഴ്ഭാഗം അടിക്കുന്നില്ല. അപ്പോൾ സ്ലീവിൻ്റെ താഴ്ഭാഗം നമുക്ക് ആ തേര് വശം വരുന്നിടം തന്നെ എടുക്കണം. എന്ന് വെച്ചാൽ അവിടെ മടക്കി അടിക്കത്തില്ല. നമ്മൾ
നല്ല ലൂസിൽ വരുന്ന സ്ലീവായിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ആ ടോപ്പിൻ്റെ താഴ്ഭാഗവും നമ്മൾ മടക്കി അടിക്കത്തില്ല, ആ രീതിക്കാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഈ മെറ്റീരിയൽ അതുപോലത്തെ ഒരു മെറ്റീരിയലാണ്, നല്ല ഭംഗിയുള്ള. താഴ്ഭാഗമൊന്നും അടിക്കാതിരിക്കുന്നത് തന്നെ ആയിരിക്കും ഭംഗി. അപ്പോൾ നമുക്ക് സ്ലീവ് ഇതുപോലെ നല്ല വിഡ്ത്തിലാണ് സ്ലീവിൻ്റെ താഴ്ഭാഗം വരുന്നത്. ആ രീതിക്കാണ് നമ്മളിവിടെ എടുക്കുന്നത്. ലൂസ് സ്ലീവായിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് സ്ലീവിൻ്റെ ലെങ്ത് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. 15 ഇഞ്ച് ലെങ്തിലാണ് നമ്മളിവിടെ സ്ലീവ് എടുക്കുന്നത്. ആ സ്ലീവിൻ്റെ ലെങ്ത് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് കൈക്കുഴി ഇതുപോലെ വരച്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് താഴേക്കങ്ങ് കട്ട് ചെയ്യുകയാണ്. താഴ്ഭാഗം ഒട്ടും നമ്മൾ ഷേപ്പ് ഒന്നും ചെയ്യുന്നില്ല. ഷേപ്പ് ചെയ്യാത്ത രീതിയിൽ ഒരു 12 മടക്കിയിട്ട് കഴിയുമ്പോൾ ഒരു 12 വരാൻ പാകത്തിനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. താഴ്ഭാഗം ആ രീതിക്ക് നമ്മളിതാ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവ്. എന്നിട്ട് നമുക്ക് സെൻറ്റർ ഒന്ന് കൊത്തിട്ട് കൊടുക്കാം. ഇതുപോലെ സെൻറ്റർ കൊത്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഞാൻ ലൈനിങ് അതേ അളവിൽ തന്നെ ഇവിടെ ലൈനിങ്ങൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ബാക്ക് പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് ബാക്കിലത്തെ പീസ് വെച്ച് കൊടുത്തിട്ട് അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ നെക്കിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് താഴെ ആ നമ്മൾ ഓപ്പണിങ് കൊടുത്തേക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ മുകളിലേക്ക് കൊണ്ടുവന്ന് നെക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെ പാടാണ് ഇത് സ്റ്റിച്ച് ചെയ്യാനും. എന്ന് വെച്ചാൽ ഇച്ചിരി വലിച്ചിലുള്ള, ഞാൻ പറഞ്ഞല്ലോ ഞൊറുള്ള ടൈപ്പ് മെറ്റീരിയലാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതുപോലെ വലിച്ചിലുള്ള ടൈപ്പ് മെറ്റീരിയലാണ്. അതിപ്പോൾ കറക്റ്റായിട്ട് പിടിച്ച് വെച്ച് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമ്മൾ ആ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് നെക്കാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ബാക്ക് നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ കോളറൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിക്കാണ്. നമ്മൾ സാധാരണ കോളറൊന്നും സ്റ്റിച്ച് ചെയ്യുന്ന പോലെയല്ല, ഒരു പ്രത്യേക ടൈപ്പാണ് ഈ കോളറൊക്കെ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ ടൈപ്പ് കോളറൊന്നും ആരും ഇതുവരെ പറഞ്ഞ് തന്ന് കാണത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു രീതിയിൽ ഞാൻ കോളർ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളിത് ഫുള്ളായിട്ട് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ് നമ്മൾ കൂട്ടിയിട്ടൊന്നുമല്ല എടുത്തിരിക്കുന്നത്, ബാക്ക് പാർട്ടിൻ്റെ അതേ അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നെക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രണ്ട് പാർട്ട് നല്ല പീസ് ഇതിൽ വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അത് അപ്പം നമുക്ക് സെൻറ്റർ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതുപോലെ നമുക്കിതിൻ്റെയും സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഞൊറിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം നമുക്കൊന്ന് ആദ്യം സെൻറ്റർ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നോക്കിയിട്ട് ലൈനിങ് പീസ് ആദ്യം ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് നല്ല പീസും ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് മുകളിൽ നിന്നും താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ സെൻറ്റർ ഭാഗത്തെത്തുമ്പോഴത്തേക്കും നല്ല പീസിന് ഞൊറിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നല്ല പീസിൻ്റെ സെൻറ്റർ ഭാഗവും ലൈനിങ്ങിൻ്റെ സെൻറ്റർ ഭാഗവും കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഇവിടെ ഞൊറിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുത്ത സൈഡും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഞൊറിട്ട് കൊടുക്കുക. അടുത്ത സൈഡും കറക്റ്റായിട്ട് ഞൊറിട്ട് കൊടുത്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണുക, ഞാൻ ഈ പറയുന്നത് കൂടാതെ നിങ്ങൾ വീഡിയോ വ്യക്തമായിട്ട് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സ്ലോയിൽ കാണിക്കുന്നത്. സ്പീഡിൽ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഇത്രയും സ്ലോയിൽ കാണിക്കുന്നത്. നമ്മുടെ വീഡിയോയുടെ ലെങ്തും കൂടുന്നത് അതുകൊണ്ടാണ്. ഇതുപോലെ ഞാൻ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഞൊറിച്ചിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഷോൾഡർ തമ്മിൽ യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ബാക്ക് പീസും വെച്ച് അതിൻ്റെ ഉള്ളിൽ നല്ല ഫ്രണ്ട് പീസ് വെച്ച് കൊടുത്ത് ഇതുപോലെ നമുക്കൊന്ന് ഷോൾഡർ യോജിപ്പിച്ചെടുക്കാം. ഷോൾഡർ യോജിപ്പിച്ചെടുത്തിട്ട് ആണ് നമുക്ക് കോളർ വെക്കാനുള്ളത്. ഞാൻ ഈ പറഞ്ഞോട്ട് ഒരു പ്രത്യേക തരം കോളറാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതുപോലെ ആദ്യം നമുക്ക് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ 2 സ്റ്റിച്ചിങ്ങൊക്കെ കൊടുത്ത് ഇവിടെ കോളർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുത്തിട്ട്
സെൻറ്ററും കട്ട് ചെയ്ത് മാറ്റിയിട്ട് സെൻറ്റർ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമുക്ക് തിരിച്ച് ഇടാം. തിരിച്ചിട്ട് നേരെയാക്കി നോക്കാം, കറക്റ്റാണോ നോക്കാം. ഇതുപോലെ വരും. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബാക്ക് പീസ് അടിച്ച് മറിച്ചെടുത്തേക്കുവാണല്ലോ. എന്നിട്ട് ഫ്രണ്ട് പീസ് നമ്മൾ അടിച്ച് മറിച്ചിട്ടില്ല, നമുക്ക് കോളർ വെക്കാനല്ലേ, അപ്പോൾ കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് എത്രയാണോ അളവ് നെക്കിന് വരുന്നതെന്ന് നമുക്കൊന്ന് ഇവിടെ നോക്കാം. ഇവിടെ നെക്കിന് എനിക്ക് കിട്ടിയിരിക്കുന്ന 7 ആണ്. ഇതുപോലെ 8 ഇഞ്ച് നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ഒരു എക്സ്ട്രാ കൂട്ടിയിട്ടിട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് 2 ഇഞ്ച് ലെങ്തും ഉണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് ഇനി അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പോലെ കറക്റ്റായിട്ട് വെക്കുക. കറക്റ്റായിട്ട് വെച്ച് നമുക്കത് ഇതുപോലെ മടക്കി, ഇതിന് നമ്മൾ ഇതൊന്നും കൊടുക്കുന്നില്ല, ക്യാൻവാസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല, ഒരു ഞൊറിച്ചിലുള്ള മെറ്റീരിയൽ. അതിനുശേഷം നമുക്കത് ഇതുപോലെ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. സാധാരണ നമ്മുടെ നെക്കൊക്കെ പിന്നെ ഇതടിച്ച് മറിക്കുന്ന പോലെ തന്നെ കോളറൊക്കെ അടിച്ച് മറിക്കാറുള്ള പോലെയൊക്കെ തന്നെയാണ്. ഇതിൽ പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കോളറിനെ കാട്ടി കൂടുതലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കോളർ തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് നെക്കിനെക്കാട്ടിയും കൂടുതലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതാണ് സംഭവം. കോളറ് ഇതുപോലെ മറിച്ചെടുക്കുക. മറിച്ചെടുത്തിട്ട് ഇത് മറിച്ചെടുത്താലും ഇരിക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ അല്ല. ഇതുപോലെ നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. മറിച്ചെടുത്തിട്ട് നമുക്കിനി സെൻറ്റർ ഭാഗം നോക്കിയിട്ട് സെൻറ്ററിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. കറക്റ്റായിട്ട് വെച്ച് സെൻറ്ററിൽ ഇതുപോലൊക്കെ സെൻറ്റർ നോക്കിയിട്ട് സെൻറ്ററിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം. അപ്പോഴേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ സെൻറ്റർ നോക്കാം. സെൻറ്റർ നോക്കിയിട്ട് നമുക്ക് അവിടെ നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം. നമ്മളിവിടെ സെൻറ്റർ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ്. ഇതുപോലെ സെൻറ്ററെല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യുക. ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അടുത്ത സൈഡ് നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. കറക്റ്റായിട്ട് വെച്ച് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെയാണിത് ഈ കോളർ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിലേക്ക് പിന്നെ കൊളുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ലാസ്റ്റ് നമുക്ക് കാണിച്ചു തരാം. ഇതുപോലെ ഞാൻ കോളർ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഫുള്ളായിട്ട്. കോളറൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെയാണ് വരുന്നത്. ഫ്രണ്ടിൽ ഇതുപോലെ ഞൊറിച്ചിലുണ്ടാവും, ബാക്കിലേക്ക് ഇത് കണ്ടോ, ഫ്രണ്ടിൽ ഞൊറിച്ചിലുണ്ടാവും, ബാക്കിലേക്ക് ഇതുപോലെ എക്സ്ട്രാ കാണും, ഇച്ചിരി കൂടുതൽ കാണും. അപ്പോൾ അത് നമ്മളിങ്ങനെ കൊളുത്ത് വെച്ചിട്ട് 2 സൈഡിലും കൊളുത്ത് വയ്ക്കും. ഇതുപോലെ കൊളുത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അത് താഴ്ഭാഗം വി നെക്ക് പോലെ ആയിരിക്കും വരുന്നത്. അങ്ങനെയാണ് വരുന്നത്. അതാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ കോളറിന് ഒരു പ്രത്യേകതയുണ്ടെന്ന്. ഇതുപോലെ ആരെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. പിന്നെ ഇതുപോലെ വരും. പിന്നെ നമുക്കിനി സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്ലീവ് നമുക്ക് വെച്ചിട്ട് സെൻറ്ററെല്ലാം നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ പറഞ്ഞോട്ട് സ്ലീവിൻ്റെ താഴ്ഭാഗം നമ്മൾ അടിക്കുന്നില്ല. സ്ലീവിൻ്റെ താഴ്ഭാഗം അങ്ങനെ കിടക്കുന്നതാണ് ഭംഗി. ഞൊറിച്ചിലൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ തന്നെ കിടക്കുന്നതാണ് ഭംഗി. സ്ലീവിൽ നമ്മൾ ലൈനിങ് കൊടുക്കുന്നില്ല. സ്ലീവ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ചെറിയ 2 ഞൊറിച്ചിലിട്ട് കൊടുക്കുന്നുണ്ട്. അതായിരിക്കും ഭംഗിയെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇതുപോലെ നമുക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും മറിച്ചിട്ടിട്ട് ഫുള്ളായിട്ട് വീണ്ടും താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ 2 സ്ലീവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 2 സ്ലീവും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതുപോലൊക്കെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടാൽ നല്ല അടിപൊളിയായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ റെഡിമെയ്ഡ് ലുക്കിൽ തന്നെ വരും. ഈ മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്തിടുമ്പോഴത്തേക്കും അതുപോലെ വരും. പിന്നെ ഈ മെറ്റീരിയൽ ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ ഇതിനു മുമ്പ് കുറേ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്, അതിലെല്ലാം നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഏത് തരം മെറ്റീരിയൽസ് വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഐറ്റം മെറ്റീരിയൽസ് നമ്മൾക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വേണമെന്ന് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയാത്തവരാണ്, നിങ്ങൾ ചെയ്താൽ ശരിയാവില്ല എന്നുണ്ട്. ഇതുപോലത്തെ ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവർക്കും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പം സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഇതുപോലെ താഴെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. നല്ല പീസെല്ലാം എടുത്ത് വെച്ചിട്ട് ലൈനിങ്ങും എല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഷേപ്പിൻ്റെ താഴെ വരുമ്പോഴത്തേക്ക് ലൈനിങ്ങും നല്ല പീസും സെപ്പറേറ്റ് ആക്കി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതിനു മുമ്പുള്ള ഒരുപാട് വീഡിയോസിൽ നമ്മളത് കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇവിടെ കൊണ്ടുവന്ന് ഷേപ്പിൻ്റെ താഴ്ഭാഗത്ത് കൊണ്ടുവരും. സെപ്പറേറ്റ് ആക്കി കൊടുത്ത് നമ്മൾ രണ്ടുമായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ലൈനിങ്ങും നല്ല പീസും സെപ്പറേറ്റ് ആണ്. അപ്പോൾ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി കൊടുക്കണം. നല്ല പീസിൻ്റെ താഴ്ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല, ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. നല്ല പീസിൻ്റെ താഴ്ഭാഗം നമ്മൾ ഈ ഞൊറിച്ചിലുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് അത് അങ്ങനെ കിടക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. മടക്കി സ്റ്റിച്ച് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ അതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഞാനിവിടെ കൊളുത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. 2 കൊളുത്തൊക്കെ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഐബാറും പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. 2 കൊളുത്ത് ഇവിടെ 4 കൊളുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കൊടുക്കുക, നല്ല ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വി നെക്ക് പോലെ വരും ബാക്ക് സൈഡ്. പിന്നെ ഫ്രണ്ടിൽ ഞൊറിച്ചിൽ വരും. പിന്നെ എന്നിട്ട് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഫൈനൽ ലുക്ക് വരുന്നത്. ഇതുപോലെ ഇരിക്കും. എന്നിട്ട് ഇതുപോലെ വരും. ബാക്കിലേക്ക് വി നെക്ക് പോലെ വന്നിട്ട് ഇതാവും. പിന്നെ നമുക്ക് ഒരു ഡോറി ഉണ്ട് കേട്ടോ. ഡോറി ഇങ്ങനെ സെൻറ്ററിൽ നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സെൻറ്ററിൽ കെട്ടിക്കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. നല്ല ഷേപ്പിന് ഡ്രസ്സ് ഇരിക്കുകയും ചെയ്യും. എന്നാൽ ഞൊറിച്ചിലൊക്കെ ആയിട്ട് ലൂസായിട്ട് കിടക്കുകയും ചെയ്യും. ഇതുപോലെ ഇരിക്കും. നമ്മൾ ഡോറി വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ വലിച്ച് കെട്ടിയാൽ മതി. ഇതുപോലെ ഇരിക്കും. ഇങ്ങനെയാണ്. സ്ലീവൊക്കെ ഇതുപോലെയാണ് കണ്ടോ, ഇങ്ങനെ വരും. എന്നിട്ട് ഈ ഡോറ് നമുക്ക് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ വേഗത്തിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.